ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. പാർലെ ജി ബിസ്ക്കറ്റ് എല്ലാവരുടെ കയ്യിലും എപ്പോഴും കിട്ടുന്നില്ലേ, പാർലെ ജി ബിസ്ക്കറ്റ് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് പാർലെ ജി ബിസ്ക്കറ്റും പാലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് ചെയ്യുന്നത്, ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പുറം ഇതുപോലൊരു ബെല്ലൈക്കൺ തെളിഞ്ഞു വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് പാർലെ ജി ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. 15 ബിസ്ക്കറ്റാണ് ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. ചെറിയ ഇതുപോലത്തെ തരിത്തരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇനിയും ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കണം. എപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കുമ്പം എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് വാനില എസൻസ് ഓപ്ഷനിലാണോ എന്ന്. വാനില എസൻസ് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ വാനില എസൻസ് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പാല് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരു 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടുപ്പത്തേക്ക് മാറ്റാണ്. ഇതൊന്ന് പകുതി ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള മധുരം മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ തിളച്ചിട്ട് ഒന്ന് അങ്ങ് കുറുകി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മാക്സിമം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ പറഞ്ഞില്ല, നമ്മളിതൊന്ന് അരച്ചെടുക്കുന്ന കൂടിയുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ആക്കിയെടുക്കരുത്, നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് കിട്ടണ്ടേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലോണം കുറുകി കിട്ടും. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങ് കുറുക്കുമല്ലോ. തണുക്കാൻ മീൻസ് റൂം ടെമ്പറേച്ചറിലാവണം. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് മിക്സി അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ അടിച്ച് വെച്ച ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഞാനൊരു ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രീസറിൽ സേഫ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. എന്നിട്ട് താഴോട്ടേക്ക് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോയിട്ട് നല്ല ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ ആദ്യം ഒന്ന് സെറ്റാക്കാൻ വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് സെറ്റാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇത് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാണ്ട് നല്ല ക്രീമി ആയിട്ട് ഐസ്ക്രീം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു ബൗളിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുക. ഇതിനാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് രാത്രിയാണ്, അതുകൊണ്ടാണ് ലൈറ്റ് ഇത്ര കുറവ്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴോട്ടേക്കൊന്ന് തട്ടി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നട്ട്സോ ചോക്കോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ, മിനിമം ഒരു 6 മണിക്കൂർ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് സ്കൂപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഉണ്ടാവുക തിരിച്ചിട്ടിട്ട് നമ്മൾ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. സ്കൂപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി ഈസി നമുക്ക് അത് കട്ട് ചെയ്യുന്നതാണ്. സ്കൂപ്പ് ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് ഒരു ഓരം പിടിക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തപാട് സ്കൂപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നിങ്ങൾ സ്കൂപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പൊളി ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റാണ്. ഇത് നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ശരിക്കും ഐസും ഉണ്ട് ക്രീമും ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്